ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദനഹകാലം 4-ാം ഞായറിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ വായനകളെല്ലാം ഈശോയുടെ വ്യക്തിത്വത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരിക എന്ന ലക്ഷ്യത്തോടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വെളിപാടുകളുടെ ഈ കാലത്ത് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഭാഗ്യപ്പെട്ട വെളിപാട് ഈശോ ആരാണ് എന്നുള്ള അറിവാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എല്ലാ അറിവിൻ്റെയും അടിസ്ഥാനമായി നിലകൊള്ളുന്നു എന്ന് നമുക്കറിയാം. ദൈവിക വെളിപാടാകുന്ന ശുദ്ധജലം മതിയാവോളം കുടിച്ച് ദാഹം ശമിപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. സമരിയ ദേശത്തെ സിക്കാർ എന്ന പട്ടണത്തിലെ ഒരു കിണറ്റിൻകരയിലേക്കാണ് യോഹന്നാൻ സുവിശേഷകൻ ഇന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബിന്റെ കിണർ എന്നറിയപ്പെട്ടിരുന്ന ഈ ജലസ്രോതസ്സിന് 100 അടി ആഴമുണ്ടായിരുന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ച് 6-ാം മണിക്കൂറിൽ ഈശോ കിണറ്റിൻകരയിൽ എത്തി അവിടെയിരുന്നു. 6-ാം മണിക്കൂർ എന്നാൽ ഉച്ചയ്ക്ക് 12 മണിയാണ്. സാധാരണയായി സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്നത് രാവിലെയോ വൈകുന്നേരമോ ആണ്. നട്ടുച്ചയ്ക്ക് ആരും വെള്ളം കോരാൻ വരാറില്ല. ഒരു യഹൂദ പുരുഷനും സമരിയാക്കാരി സ്ത്രീയും നട്ടുച്ചയ്ക്ക് കിണറ്റിൻകരയിൽ സംസാരിക്കുന്നത് ഭാവനകൾക്കും അപ്പുറമായിരുന്ന ഒരു കാലത്താണ് ഇത് നടക്കുന്നത്. യഹൂദരും സമരിയാക്കാരും തമ്മിൽ കടുത്ത ശത്രുതയിലായിരുന്നു. പല കാരണങ്ങളാൽ ഈ ശത്രുത ഓരോ ദിവസവും കൂടി വന്നുകൊണ്ടുമിരുന്നു. 3 കാരണങ്ങൾ സൂചിപ്പിക്കാം. ഒന്നാമത്തേതും അടിസ്ഥാനപരവുമായ കാരണം ഇതാണ്. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്ന സമരിയ അസീറിയക്കാർ ആക്രമിച്ചു കീഴടക്കി അവിടെ വിജാതീയരെ താമസിപ്പിച്ചു. സമരിയായിലെ യഹൂദർ പുതുതായി കുടിയേറി പാർത്ത വിജാതീയരുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട വംശശുദ്ധി നഷ്ടപ്പെടുത്തി. 2. യഹൂദർ ബാബിലോൺ പ്രവാസത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ ജെറുസലേം പുനരുദ്ധരിക്കുന്നതിനെ സമരിയാക്കാർ ശക്തമായി എതിർത്തു. 3. തരം കിട്ടുമ്പോഴെല്ലാം സമരിയാക്കാർ യഹൂദരെ സിറിയ രാജാക്കന്മാർക്ക് ഒറ്റിക്കൊടുത്തിരുന്നു. ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഈശോ ഈ സ്ത്രീയെ ഒരു കിണറ്റിൻകരയിൽ കണ്ടുമുട്ടുന്നത്. ചോദ്യം ഇതാണ്: എവിടെ ദൈവത്തെ കണ്ടുമുട്ടുമെന്നാണ് നീ പ്രതീക്ഷിക്കുന്നത്? അസാധാരണമായ രീതികളിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ നാം കാത്തിരിക്കുന്നു എന്നതാണ് പലപ്പോഴും നമ്മുടെ പരാജയം. സാധാരണ ഇടങ്ങളിൽ, നമ്മുടെ വീട്ടിലും ജോലി സ്ഥലങ്ങളിലും പതിവ് ചിട്ടവട്ടങ്ങളിലുമൊക്കെ ദൈവത്തെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നീ ചിന്തിക്കാത്ത വിധത്തിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ നീ ദൈവത്തെ കണ്ടുമുട്ടും. വിശുദ്ധ ഹോസെ മരിയ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: ഒന്നുകിൽ നമ്മൾ കർത്താവിനെ സാധാരണ ജീവിതത്തിൽ കണ്ടെത്താൻ പഠിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവനെ കണ്ടെത്താനാവില്ല. ഈശോയ്ക്കും സമരിയാക്കാരിക്കും ദാഹിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഇരുവരെയും കിണറ്റിൻകരയിൽ എത്തിച്ചത്. ഇരുവരും പരസ്പരം വെള്ളം ചോദിക്കുന്നുമുണ്ട്. കിണറ്റിലെ വെള്ളത്തെക്കുറിച്ചാണ് ഈശോ ആദ്യം അവളോട് സംസാരിക്കുന്നത്. എനിക്ക് കുടിക്കാൻ തരിക. ഈശോയുടെ ഈ ദാഹം എല്ലാവരും ദൈവത്തെ അറിയണമെന്നും അങ്ങനെ അവർ രക്ഷ പ്രാപിക്കണമെന്നുമുള്ള മനുഷ്യർക്കു വേണ്ടിയുള്ള അവിടുത്തെ അടങ്ങാത്ത ദാഹമായിട്ടാണ് വേദപണ്ഡിതർ കാണുന്നത്. നാം ദൈവത്തിന് വേണ്ടി ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു എന്ന വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ നമുക്ക് പരിചിതമാണല്ലോ. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമുക്കായുള്ള ദൈവത്തിൻ്റെ ദാഹത്തിൻ്റെ നേർചിത്രമാണ്. ഇതാ, ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, അറിയുക, നിന്നെക്കുറിച്ച് താല്പര്യമില്ലാത്ത ഒരു ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. മറിച്ച് നിനക്കായി ദാഹാർത്തനായി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ്. ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല. ഈശോയുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴേക്കും ഒരു കാര്യം സമരിയാക്കാരിക്ക് ബോധ്യമായി. കിണറ്റിലെ വെള്ളത്തെക്കുറിച്ചല്ല അവിടുന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ ചോദിക്കുന്നത്: ഈ ജലം എനിക്കും തന്നാലും മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ. മനുഷ്യൻ ദൈവത്തിനായി ദാഹിക്കുന്നു. സങ്കീർത്തനം 42 1-2 തിരുവചനങ്ങൾ. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദാഹിക്കുന്ന മനുഷ്യരെല്ലാം വെള്ളം തേടി പോകേണ്ടത് ദൈവത്തിൻ്റെ പക്കലാണ്. ഈശോ പറയുന്നു: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. മഹാനായ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ ബ്ലെയ്സ് പാസ്കലിൻ്റെ നിരീക്ഷണം പ്രസിദ്ധമാണല്ലോ. ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ദൈവം രൂപപ്പെടുത്തിയ ഒരു ശൂന്യതയുണ്ട്. അതിനെ ശമിപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും കഴിവില്ല. ഈശോ മിശിഹായാൽ വെളിപ്പെടുത്തപ്പെട്ട സൃഷ്ടാവായ ദൈവത്താൽ മാത്രം അത് തൃപ്തി അടയുന്നു. ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ രൂപപ്പെടുത്തിയ ശൂന്യത അഥവാ അവൻ്റെ ദൈവത്തിനായുള്ള ദാഹം ശമിപ്പിക്കാൻ
ദൈവത്തിന് മാത്രമേ പറ്റൂ. ലോകസുഖങ്ങളാകുന്ന പൊട്ടക്കിണറുകളിൽ നിന്ന് മാറി മാറി കുടിച്ചാലും നമ്മുടെ ദാഹം ശമിക്കില്ല, കൂടി വരികയുള്ളൂ എന്നതിൻ്റെ നേർസാക്ഷ്യമായി മാറുകയാണ് 5 ഭർത്താക്കന്മാരുടെ പിന്നാലെ പോയി 6മതൊരുവൻ്റെ കൂടെ താമസിക്കുന്ന സമരിയാക്കാരി. സ്നേഹിത, നീ എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ ആവും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ കടമെടുക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവമുണ്ട്. ഒരാളുടെ ജീവിതം എത്ര ദുരിതമായിരുന്നാലും, തിന്മകളോ മയക്കുമരുന്നോ മറ്റെന്തെങ്കിലുമോ നശിപ്പിച്ചാലും ആ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവമുണ്ട്. ഓരോ മനുഷ്യ ജീവിതത്തിലും ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് കഴിയണം. സങ്കീർത്തകനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. ആമേൻ.